ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നീണ്ട 4 ദിവസമായി ഈ വാക്യത്തിൻ്റെ അകത്തിൽ തന്നെയാണ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകലും ഈ വാക്യത്തിൻ്റെ അകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ട ദൈവിക വചനങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആ വാക്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അഴിച്ചിരിക്കുന്നു. ബന്ധനങ്ങൾ അഴിയുവാനും ബന്ധിക്കപ്പെടാനും 3 കാരണങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ചു. ബന്ധിക്കപ്പെടാൻ 3 കാരണം: 1 പ്രാർത്ഥനയുടെ കുറവ്, 2 അഭിഷേകം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, 3 ആരാധന നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്തൊക്കെയാണ്? 1 പ്രാർത്ഥനയുടെ കുറവ്, 2 അഭിഷേകം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, 3 ആരാധനയുടെ കുറവ്. ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ പിശാച് ബന്ധിക്കുവാൻ കാരണമായി മാറുന്നത്. എന്തൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. പ്രാർത്ഥനയുടെ കുറവ്, പരിശുദ്ധാത്മാവ് നഷ്ടമായി, 3 ആരാധന നഷ്ടമായി. ഈ 3 കുറവുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുമ്പോൾ, 3 കുറവ് തന്നെയല്ല, 3-ലേതെങ്കിലും 1 കുറഞ്ഞാലും എന്തു ചെയ്യും? പിശാച് നമ്മളെ ബന്ധിച്ച് കളയും. എന്നാൽ പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ ഈ 3 മാർഗങ്ങൾ തന്നെയാണ് ആവശ്യമായിരിക്കുന്നത്. എന്തൊക്കെയാണ്? 1 പ്രാർത്ഥന, 2 പരിശുദ്ധാത്മാവ്, 3 ആരാധന. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ബന്ധനങ്ങളെ അഴിക്കുവാൻ എന്തു ചെയ്യും? ഒരു മനുഷ്യന് കഴിയും. മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ബന്ധനങ്ങൾ പൊളിയും. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് ചലിച്ചു തുടങ്ങുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിച്ചു തുടങ്ങുമ്പോൾ കെട്ടുകളെ ദൈവം എന്ത് ചെയ്യും? പൊട്ടിച്ചു കളയും. നമ്മൾ 2 കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു. ഒന്നെന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ദൂതൻ എന്ത് ചെയ്തു? ഇറങ്ങി. കാരാഗ്രഹത്തിൻ്റെ അകത്തെ 3 അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 1 ഇരുളിൻ്റെ ശക്തി, 2 ചെങ്ങലയുടെ ശക്തി, 3 അടച്ചുറപ്പാക്കിയ വാതിൽ. ഇതിനെ 3-നെയും ദൈവം എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അകത്തെ ചെങ്ങലകളെ പൊട്ടിച്ചു, വാതിലുകളെ തുറന്ന് ഇരുളിൻ്റെ ശക്തികളെ മാറ്റി ദൈവം എന്ത് ചെയ്തു? പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാനിടയായി. ആ വിഷയം നമ്മൾ ചിന്തിച്ചതാണ്. ഞാൻ അവിടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. 2 നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ശിംശോനെ എന്ത് ചെയ്തു? സ്വന്തക്കാരായിരിക്കുന്ന യഹൂദ അവർ ബന്ധിച്ചു ഒതുക്കിക്കളഞ്ഞു. അവിടെ കാണുന്നു, ശിംശോനെ അവൻ്റെ 2 കരങ്ങളും സ്വന്തക്കാർ പുതിയ കയർ കൊണ്ട് കെട്ടി അവരെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? അവനെ ലേഹിയിലേക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ബന്ധിക്കപ്പെട്ടവനാണെന്ന് ശിംശോനെ കണ്ടപ്പോൾ ലേഹിയിലിരിക്കുന്ന ഫെലിസ്ത്യ സൈന്യം ആർത്തു. ഫെലിസ്ത്യ സൈന്യം ആർത്തു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്തെന്നാൽ, ശിംശോൻ സ്വർഗത്തിലേക്ക് നോക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി തീ പോലെ അവൻ്റെ മേൽ വെളിപ്പെടുകയും അവനെ കെട്ടിയിരുന്ന ചെങ്ങലകൾ എന്ത് ചെയ്തു? കയറുകൾ എന്ത് ചെയ്തു? കത്തി ചണ പോലെയായി മാറി. പിന്നെ അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്, അത് പൊടിഞ്ഞു താഴെ വീണ് പോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ആദ്യമായി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞു പോയത്. 3 അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ 4 ദിവസമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ബന്ധിക്കപ്പെട്ടവൻ എങ്ങനെ പുറത്തു വരണമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്, എങ്ങനെ ബന്ധനങ്ങൾ അഴിക്കണമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം കൂടെ വേണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. 1 പ്രാർത്ഥനയുടെ ശക്തി. പത്രോസിനെ ഹെരോദ രാജാവ് പിടിച്ചെന്ത് ചെയ്തു? കാരാഗ്രഹത്തിൻ്റെ അകത്താക്കി. അവനെ കൊല്ലുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിൻ്റെ അകത്തെ 3 അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. 1 ഇരുളിൻ്റെ ശക്തി, 2 കരങ്ങളെ ബന്ധിച്ച ചെങ്ങല, 3 അടച്ചുറപ്പാക്കിയ വാതിൽ. ഇരുളിൻ്റെ ശക്തിയുടെ പ്രത്യേകത, കാണേണ്ടതിനെ ഒന്നും എന്ത് ചെയ്യത്തില്ല? അത് കാണിക്കത്തില്ല. കണ്ണിനെ ഇരുളുകൊണ്ട് എന്ത് ചെയ്യും? മൂടിക്കളയും. കാണേണ്ട നന്മകൾ, എത്തിച്ചെല്ലേണ്ട സ്ഥലങ്ങൾ, ദൈവം തുറന്ന വഴികൾ ഒന്നും കാണാൻ കഴിയാതെ കണ്ണുകളെ അന്ധമാക്കി കളയുന്നതാണ് കാരാഗ്രഹത്തിൻ്റെ 1 അനുഭവം. 2 അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് ചെങ്ങലയുടെ ശക്തിയാണ്.
ചങ്ങലയുടെ ശക്തിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, പരിധിയെയും പരിമിതികളെയും വെക്കുന്നതാ. എന്ന് വെച്ചാൽ ഒരു തരത്തിനപ്പുറത്തേക്ക്, ഒരു ലെവലിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കേറാതെ വണ്ണം പരിധി വെച്ച് ഒതുക്കുന്നതാണ് ചങ്ങലയുടെ ശക്തി. മൂന്നാമത്തത് അടച്ചുറപ്പാക്കിയ വാതില. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അടച്ചവൻ അറിയാതെ ഈ വാതിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തുറക്കാൻ കഴിയത്തില്ല. അടച്ചവൻ ഒരു ധാർഷ്ട്യമുണ്ട്, അടച്ചവൻ ഒരു ഉറപ്പുണ്ട്, ഞാൻ പറയാതെ ഈ വാതിൽ തുറക്കത്തില്ല, ഞാൻ പറയാതെ ഈ വാതിൽ തുറക്കാൻ കഴിയത്തില്ല. അടച്ചത് ഞാനാണെങ്കിൽ ഞാൻ അറിയാതെ പത്രോസേ നീ പുറത്തു വരത്തില്ല. പക്ഷെ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൻ്റെ അകത്തിറങ്ങി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥനയുടെ ശക്തി വലുതാ. നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ എവിടെയാണോ നിന്നെ ഒതുക്കിയത്, എവിടെയാണോ നിന്നെ പൂട്ടിയത്, എവിടെയാണോ നീ തീർന്നെന്ന് പിശാചു പറഞ്ഞത്, എവിടെയാണോ നീ തീർന്നു പോയെന്ന് പിശാചു നിന്നെ നോക്കി വിധി പറഞ്ഞത്, അവിടെ തന്നെ നിനക്ക് വേണ്ടി എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പകലായി മാറാൻ പോകുകയോ. ഹല്ലേലൂയ. ഒതുക്കിയതിൻ്റെ മേ, പൂട്ടിയതിൻ്റെ മേ, ചലിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ മേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ചലിക്കുകയാ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിൻ്റെ അകത്തേക്ക് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുകയാ. നിന്റെ വീടിൻ്റെ അകത്ത്, നിന്റെ ജോലി മേഖലകളിൽ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഇന്ന് പകൽ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ചില പ്രവർത്തികൾക്ക് വേണ്ടി, ചില തുറവികൾക്ക് വേണ്ടി, ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടുകയോ. ഇന്ന് പകൽ അത് ചലിക്കട്ടെ, ചലിക്കട്ടെ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ. ഈ ചില ദിവസങ്ങളാ ഞങ്ങൾ ആത്മാവിൽ തുറക്കുന്ന പ്രാർത്ഥനയുടെ അഭിഷേകം ഇന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ, ഇന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ തുറക്കുകയാ. പ്രാർത്ഥനയുടെ അഭിഷേകം. മണിക്കൂറുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാനുള്ള അഭിഷേകത്തിന്റെ തലം ഇന്ന് പകൽ ഇവിടെ തുറക്കുകയാ. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ പുതപ്പ്, പ്രാർത്ഥനയുടെ പകർച്ച ഈ ജനത്തിന്റെ മേൽ. ഓ ശബാ ധന ധര ധര ഹരഭകഥാസിയ ലാബ്രിയ സന്ധന റബദ. ഓ ശബദ ഹർധന ബരഗടക ജുരവനവ പ്രമാദി ലംഘസ്മരാദര ഹർധനാദി. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ഇന്ന് പകൽ പൊളിയ പൊളിയ, ഇന്ന് പകൽ തീ പിടിക്കുകയാ. ഇന്ന് പകൽ നീ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തീ അഭിഷേകം ചലിക്കുകയാ. ഓ ഇന്ന് പകൽ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ അടമനഗതരമല ധുരിമന അസ്മരാധനാധരാധര. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഓ ഹല്ലേലൂയ. ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആദ്യമേ സംഭവിച്ചത് അറയിൽ വലിയ വെളിച്ചമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അകത്തെ ഇരുളാദിമ തന്നെ കാരാഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് മാറി. ഇരുളിൻ്റെ ശക്തി പറഞ്ഞ് നിന്നെ ഒന്നും ഞാൻ കാണിക്കത്തില്ല, ദൈവം തുറന്ന വഴി നീ കാണത്തില്ല, നിനക്ക് വേണ്ടി ദൈവം നീട്ടിയിരിക്കുന്ന നന്മ നീ കാണത്തില്ല.
പക്ഷെ ദൂതൻ ഇറങ്ങിയപ്പോ ആദ്യമേ സംഭവിച്ചത് വെളിച്ചമാ. അടച്ചു വെച്ചത് മറച്ചു വെച്ചത്, കണ്ണുകൊണ്ട് നീ കാണരുതെന്ന് പറഞ്ഞത്, കണ്ണുകൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞത്, എന്റെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയപ്പോ, ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇരുളിന്റെ ശക്തി കാരാഗ്രഹം വിട്ടു. ഇന്ന് പകൽ അങ്ങനെ ചില ഇരുളിന്റെ ശക്തികൾ പൊളിയട്ടെ. ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിയപ്പോൾ ഒന്നാമത് സംഭവിച്ചത് അവിടുത്തെ ഇരുള് മാറി. ഇരുള് മാറി ഉടനെ അടുത്ത ദൂതൻ ചെയ്തത് പത്രോസിന്റെ വിലാപ്പുറത്ത് എന്ത് ചെയ്തു? അവൻ തട്ടി. പത്രോസിന്റെ വിലാപ്പുറത്ത് അവൻ തട്ടിയപ്പോൾ അടുത്ത സംഭവിച്ച പ്രതിഭാസം എന്തെന്ന് പറഞ്ഞ, അവന്റെ കരത്തിൽ കെട്ടിയിരുന്ന ചെങ്ങലകൾ പരിമിതി വെച്ച് ഒരു ലെവലിന്റെ അപ്പുറത്തേക്ക് നീ കേറരുതെന്ന് പറഞ്ഞ്, ഇവിടം കൊണ്ട് നീ ഒതുങ്ങണമെന്ന് പറഞ്ഞ് പൂട്ടിയ ചില ചെങ്ങലകൾ പൊളിഞ്ഞു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പരിമിതി വെച്ചത് ഇതിന്റെ അപ്പുറത്തേക്ക് നീ പൊങ്ങരുതെന്ന് പറഞ്ഞത്, അത് ശുശ്രൂഷയായിക്കോട്ടെ, നന്മയായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, നിന്റെ തലമുറയായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ഇന്ന് പകൽ പരിമിതി വെച്ച ചില ചെങ്ങലകൾ ഇന്ന് പകൽ പൊളിയുക. ഇന്ന് പകൽ അത് അഴിയട്ടെ. ഇന്ന് പകൽ പരിമിതികൾ പൊളിയട്ടെ. ഇന്ന് പകൽ ചെങ്ങലയുടെ ശക്തികൾ, ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ ക്യാൻസൽ ചെയ്യുകയോ. യേശുവിന്റെ നാമത്തിൽ ജയം 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 ജയം. ചില ചെങ്കലകളെ ഞങ്ങൾ ആത്മാവിൽ അഴിച്ചു കളയുക. പരിമിതി വെച്ച് ഇതിന്റെ അപ്പുറത്തേക്ക് പോകരുതെന്ന് പറയും. കെട്ടിയ ചില ചെങ്കലകൾ ആത്മാവിൽ അഴിയട്ടെ. ഓ റബലഗ സതസിയ. ഇന്ന് പകൽ ചലിക്കട്ടെ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിനക്കെതിരെ വെച്ച പരിമിതികളെ ദൈവം പൊളിക്കും. അവിടെ പിന്നെ കാണുകയാണ്, ചെങ്ങല അഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൂതൻ പത്രോസിനോട് പറയുക, നീ എന്ത് ചെയ്യുക? നീ എഴുന്നേൽക്കുക, നീ അരകെട്ടുക, ചെരുപ്പിട്ട് നീ എന്ത് ചെയ്യുക? മുറുക്കുക. നിനക്കെന്ത് ചെയ്യുക? ദൂരെ ഒരു യാത്രയുണ്ട്. നിന്റെ വസ്ത്രം പുതച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ നീ കടന്നു വരിക. ഇന്ന് പകൽ ഇത് പറയുന്നത് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഈ ദൂത് കേൾക്കാത്ത ജനത്തിന് വേണ്ടി, പുതുതായി വന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് പകൽ അത് പറഞ്ഞു പോകുന്നത്. അവസാനത്തെ ചിന്തയിലേക്ക് ഇന്ന് പകൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഇവർക്ക് എന്താണെന്ന് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകത്തില്ലാത്തത് കൊണ്ടാണ് അവിടെ ഇത് പറഞ്ഞു പോകുന്നത്. കരത്തിലെ ചങ്ങല പൊട്ടി, കണ്ണു പ്രകാശിച്ചു. രണ്ട് ബന്ധനങ്ങൾ എന്ത് ചെയ്തു? അഴിഞ്ഞു. രണ്ട് ബന്ധനങ്ങൾ അഴിഞ്ഞവൻ നടന്നു തുടങ്ങിയപ്പോൾ
ഞാൻ അറിയാതെ തുറക്കത്തില്ലെന്ന് പറഞ്ഞ വാതിൽ അവന്റെ മുൻപിൽ തുറന്നു. 3 ബന്ധനങ്ങളാണ് കാരാഗ്രഹത്തിനകത്തുള്ളത്. ഒന്ന്, കണ്ണിനെ ഇരുട്ടുകൊണ്ട് മൂടുന്നതും. 2, പരിമിതി വെച്ച് ചെങ്കലകൾ കൊണ്ട് ബന്ധിക്കുന്നതും. 3-മത്തത് എന്താണ്? അടച്ചുറപ്പാക്കിയ ഇരുമ്പ് വാതിൽ. അത് ചെങ്ങല പൊട്ടിയവൻ നടന്നു തുടങ്ങിയപ്പോ, എന്ന് വെച്ചാൽ ചെങ്ങല അവന്റെ കരത്തിൽ നിന്ന് അഴിഞ്ഞു വീണു. അവൻ നടന്നു തുടങ്ങിയപ്പോ വാതിലുകൾ തുറന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ കണ്ണു പ്രകാശിച്ചു തുടങ്ങിയ, നിന്റെ കരത്തിലെ ബന്ധനം അഴിഞ്ഞ, പിന്നെ നിന്റെ മുൻപിൽ വാതിലിന് അടയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അതിനെ വിളിച്ചു പറയുക, ചെങ്ങല അഴിഞ്ഞവന്റെ മുൻപിൽ വാതിലുകൾ കടയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ആ ദൂതിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യുക. പ്രാർത്ഥന കൊണ്ട് നിന്റെ കണ്ണ് പ്രകാശിച്ചു തുടങ്ങിയ, പ്രാർത്ഥന കൊണ്ട് നിന്റെ ചെങ്ങല അഴിഞ്ഞ, പിന്നെ നിന്റെ മുൻപിൽ വാതിലിന് അടയാൻ കഴിയത്തില്ല. നീ നടന്നാ മതി, നീ നടന്നാ മതി. വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അടച്ചതാരായിക്കോട്ടെ, അടച്ചതാരായിക്കോട്ടെ, നീ നടന്നാൽ തുറക്കൂ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് പകൽ ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. തുറക്കത്തില്ലെന്ന് പറഞ്ഞത്, ഒരിക്കലും തുറക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞത്, ഇന്ന് പകൽ ഈ ജനത്തിന് വേണ്ടി ദൈവത്താ ആത്മാവിൽ അത് തുറക്കപ്പെടട്ടെ. ദൂതൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആ വാക്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. വാതിൽ തുറക്കാൻ ദൂതനില്ലായിരുന്നു. ദൂതൻ പറഞ്ഞു, നീ നടക്കാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ നടന്നാൽ മതി. അതിൻ്റെ ആത്മീയ അർത്ഥമെന്ന് പറഞ്ഞ, പരിമിതി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാതിലുകൾ കടഞ്ഞിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മുൻപിൽ വാതിൽ തുറക്കപ്പെടാത്തതിൻ്റെ കാര്യം, നമ്മുടെ പരിധി എന്ത് ചെയ്തിട്ടില്ല, പരിമിതി എന്ത് ചെയ്തിട്ടില്ല, പൊട്ടിയിട്ടില്ല. പിശാച് പറയാ, ഇതിൻ്റെ അപ്പുറത്തേക്ക് നീ കയറണ്ട. നിന്റെ വീടിൻ്റെ അകത്ത് പട്ടിണിയും ദുരിതവും രോഗവും നിന്റെ തലമുറകൾ എന്ത് ചെയ്താൽ മതി, ഈ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതി എന്ന് വെച്ചിരിക്കുന്ന ചില പരിമിതികൾ പൊട്ടിയിട്ടില്ല. പക്ഷെ പരിമിതികൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാതിലിന് ഒരിക്കലും അടയാൻ കഴിയത്തില്ല. നീ പിന്നെ ചുമ്മാ അങ്ങ് നടന്നാ മതി. നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് അങ്ങനെ ഒരു ദൂത് ആത്മാവനോട് കൈമാറാൻ പറയുക. നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുക. ആത്മാവനോട് പ്രവചിക്കാൻ പറയുക. 2024 ഡിസംബർ മാസം 7-ാം തീയതി ദൈവം ചിലതിനെ നിന്റെ കരത്തിലേക്ക് എഴുതി ദൈവം തരാൻ പോകുക. ആത്മാവനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുക. പിശാച് പറഞ്ഞു നടക്കത്തില്ല, മനുഷ്യൻ പറഞ്ഞു സാധ്യമാകത്തില്ല. പക്ഷെ ഇന്ന് പകൽ ആത്മാവനോട് പ്രവചിക്കാൻ പറയുക. 2024 ഡിസംബർ മാസം നിന്റെ കരത്തിലേക്ക് ചില രേഖകള് ദൈവം എഴുതി തരാൻ പോകുക. ഇന്ന് പകൽ അത് ദൈവം തുറക്കുകയാ. പരിധി പൊട്ടിയവന്റെ മുൻപിൽ, കണ്ണുകൾ പ്രകാശിച്ചവന്റെ മുൻപിൽ ഒന്നിനും അടഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നീ നടന്നാ മതി. നിന്റെ മുൻപിൽ വാതിലുകൾ തുറക്കാൻ പോകുകയോ. ഇന്ന് പകൽ ആത്മാവ് തുറക്കട്ടെ. ചില വാതിലുകൾ
തുറക്കത്തില്ലെന്ന് പറയുക, തുറക്കത്തില്ലെന്ന് പറയുന്നത്, നീ കാണത്തില്ലെന്ന് പറയുന്നത്, നിന്റെ കണ്ണുകൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് പറയുന്നത്, കാരാഗ്രഹത്തിന്റെ അകത്ത് നീ തീർന്നെന്ന് പറയുന്നത്, ഇവിടം കൊണ്ട് നിന്റെ ആയുസ് ഒടുങ്ങിയെന്ന് പറഞ്ഞത്, ഇന്ന് പകൽ എന്റെ ദൈവം തുറക്കുകയോ. ഓ, ചില മഹത്വത്തിന്റെ അകത്തേക്ക് ആത്മാവ് നിന്നെ കരം പിടിച്ച് ചലിപ്പിക്കുക. ഓ സംഭനാദമാരി, ഇന്ന് പകൽ ചില വാദഗതികൾ പൊട്ടുകയാ. പിശാച് വെച്ച ചില വാദഗതികൾ പൊളിയ. പിശാച് പറയും നടക്കത്തില്ല, പിശാച് പറയും സംഭവിക്കത്തില്ല. ഈ കാരാഗ്രഹത്തിന്റെ അകത്ത് നീ ഒതുങ്ങോ, ഇവിടം കൊണ്ട് നീ തീരോ, ഇവിടം കൊണ്ട് നീ അവസാനിക്കോ. ഇവിടുന്ന് ഒരു മുന്നേറ്റം നിനക്കും നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറയ്ക്കോ ഓ നിന്റെ ബിസിനസ്സിനോ നിന്റെ നന്മയ്ക്കും ജോലിക്കോ ഇല്ല ഇല്ല ഇല്ല. പറയുന്ന ചില വാദഗതികൾ ഇന്ന് പകൽ ആത്മാവ് അതിനെ പൊളിക്കുകയോ. ഇവൻ നടന്നു തുടങ്ങിയപ്പോ ഒന്നും രണ്ടും വാതിൽ തുറക്കപ്പെട്ടു. ആ വാക്യം എഴുതപ്പെട്ടിരിക്കുകയാണ്, അവസാനത്തെ ഇരുമ്പ് വാതിൽ അവന്റെ മുൻപിൽ സ്വതവേ തുറന്നു. ഞാൻ അതിന്റെ ചരിത്രം ഒരു പ്രാവശ്യം പറഞ്ഞതാ. 10 പേരുടെ സഹായമില്ലാതെ ഈ വാതിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തുറക്കാൻ കഴിയത്തില്ല. 5 പേര് 2 സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ചക്രം കറക്കുമ്പോഴാണ് ഈ വാതിൽ തുറക്കുന്നത്. ഇത് നിസ്സാര വാതിലല്ല. കുറ്റവാളികളെ ഒരിക്കലും ഈ കാരാഗ്രഹത്തിൻ്റെ അകത്ത് നിന്ന് ബൗണ്ടറി വിട്ട് പുറത്തു പോകാതെ വണ്ണം സുരക്ഷിതമുള്ളൊരു വാതിലാണ്. ഇതൊരുത്തനങ്ങോട്ട് ഓടിച്ചെന്ന് തുറക്കുന്നതല്ല. 10 പേര് നിന്ന് കറക്കിയാലേ എന്ത് ചെയ്ത ചക്രം കറക്കിയാലേ ഈ വാതിൽ തുറക്കത്തുള്ളൂ. പക്ഷേ ബന്ധനം അഴിഞ്ഞവൻ, കണ്ണ് പ്രകാശിച്ചവൻ, വാഗ്ദത്തത്തിന്റെ അകത്തേക്ക് മൂവ് ചെയ്യുന്നവൻ, ദൈവിക പദ്ധതിക്കകത്തേക്ക് എൻട്രി ചെയ്യുന്നവൻ, ദൈവിക ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് ചലിക്കുന്നവൻ നടന്നു തുടങ്ങിയപ്പോ സഹായം കൂടാതെ തുറക്കാൻ കഴിയാത്ത വാതിൽ അവന്റെ മുൻപിൽ തുറക്കപ്പെടുകയോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ചില വാതിലുകൾ, രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ, രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ. ഇന്ന് പകൽ ഈ ജനത്തിന് വേണ്ടി തുറക്കട്ടെ, തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് കാരാഗ്രഹം തുറന്നു, ബന്ധിക്കപ്പെട്ടവൻ പുറത്തു വന്നു. അടുത്ത് നമ്മൾ ചിന്തിച്ച വിഷയം അഭിഷേകമായിരുന്നു. ഒരു ദിവസം അതിരാവിലെ യഹൂദ ജനം, മൂപ്പന്മാർ കൂടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലേഹി എന്ന് പറയുന്ന സ്ഥലത്ത് നിറയെ ഫെലിസ്ത്യ സൈന്യം വന്ന് പാളയം ഇറങ്ങിയിരിക്കുക. യഹൂദ മൂപ്പന്മാർ ചെന്ന് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, പാളയം ഇറങ്ങിയിരിക്കുന്നത്? അവർ പറയാണ്, ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ തന്നെ നിങ്ങളോട് ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു. അവർ പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾ ഞങ്ങളോടൊന്നും ചെയ്യരുത്, ശിംശോനെ പിടിച്ചു കെട്ടി നിങ്ങളുടെ കരത്തിൽ എന്ത് ചെയ്തേക്കാം, ഞാൻ തന്നേക്കാം. അവരെല്ലാവരും 3000 പേരടങ്ങുന്നൊരു സംഘം. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിലാണ് ആ വാക്യം കിടക്കുന്നത്, ആ സന്ദർഭങ്ങൾ കിടക്കുന്നത്. വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. 3000 പേരടങ്ങുന്നൊരു സംഘം, 3000 പേരടങ്ങുന്നൊരു കൂട്ടം ഈ പാറയുടെ പിളർപ്പിലേക്ക് എന്നിട്ട് ശിംശോനോട് പറയാം, ശിംശോനെ നീ അറിയുന്നുവോ ഫെലിസ്ത്യർ നമ്മൾക്ക് വിരോധമായി ലേഹിയിൽ പാളയം ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വന്നിരിക്കുന്നു. ശിംശോൻ പറയുന്നൊരു പദമുണ്ട്, നിങ്ങളുടെ കൈ കൊണ്ട് എന്ത് ചെയ്യരുത്, ഞാൻ മരണപ്പെടരുത്, നിങ്ങളുടെ കൈ കൊണ്ട് ഒരിക്കലും ഞാൻ മരിക്കുവാൻ ഇടവരരുത്. അവർ പറയാം, ഞങ്ങൾ നിന്നെ കൊല്ലത്തില്ല,
പക്ഷെ നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കയർ കൊണ്ട് കെട്ടും. അവൻ കരം നീട്ടിക്കൊടുത്തു. പുതിയ 2 കയർ കൊണ്ട് ശിംശോന്റെ കരം 2ഉം ബന്ധിച്ചു. ശിംശോന്റെ കരം 2ഉം ബന്ധിച്ചിട്ട് ശിംശോനുമായി ലേഹിയിലേക്ക് നടന്നു വരുമ്പോൾ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ശിംശോൻ ഇറങ്ങി വരുന്നെന്ന് ആര് കണ്ടപ്പോ? ഫെലിസ്ത്യർ കണ്ടപ്പോ അവരാർത്തു. അവര് നോക്കിയപ്പോൾ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ബന്ധിക്കുവാൻ ശ്രമിച്ച ഈ ശിംശോൻ ഇന്ന് അവൻ ബന്ധിക്കപ്പെട്ടവനായി ഞങ്ങളുടെ പാളയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുന്നു. ഇന്നുകൊണ്ട് അവൻ്റെ ആയുസ്സും കഥയും കഴിഞ്ഞെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? ആർക്കുകയോ അത്യുച്ചത്തിൽ അവരാർത്തു. ശിംശോൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലേക്ക് ഇറങ്ങി വന്നു. അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ടത് കരിഞ്ഞ് ചണനൂല് പോലെയായി മാറി. അവന്റെ ബന്ധനങ്ങൾ കണ്ടോ? കൈമേലെന്ന് അവന്റെ ബന്ധനങ്ങൾ ദ്രവിച്ചു പോയി. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ പുതിയ കയർ കൊണ്ട് കെട്ടിയിരുന്ന അവന്റെ ബന്ധനം തീ കൊണ്ട് കത്തി, അത് ചണ പോലെ കത്തി മാറുകയും അവന്റെ കയ്യിൽ നിന്ന് ബന്ധനം ദ്രവിച്ചു താഴെ വീഴുകയും എന്നേക്കുമായി അവൻ സ്വതന്ത്രമായി മാറിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, അഭിഷേകമുള്ള നിന്നെ, അഭിഷേകമുള്ള നിന്നെ, ആരാധിക്കുന്ന നിന്നെ ഇന്ന് പകൽ ആത്മാവിൽ തീ പിടിക്കട്ടെ. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. ഇന്ന് പകൽ പിശാച് കെട്ടിയ ചില ബന്ധനങ്ങൾ, ഓ ഹല്ലേലൂയ, ഇന്ന് പകൽ അത് പൊളിയ. ഇന്ന് പകൽ അത് കത്തി മാറട്ടെ. ഇന്ന് പകൽ ജനം സ്വതന്ത്രമാകട്ടെ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലേക്ക് ഇറങ്ങിയപ്പോ 3000 പേര് കൂടി കെട്ടിയ ബന്ധനം ഒറ്റ നിമിഷം കൊണ്ട് പൊളിഞ്ഞു. എന്നെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, ഏതെങ്കിലും 1 or 2 ആള് നിന്നെ ഒതുക്കാൻ നോക്കിയ, ഒതുങ്ങുന്നതല്ല നിന്റെ മേലുള്ള അഭിഷേകം. നിന്റെ മേലുള്ള അഭിഷേകം ഏതെങ്കിലും ഒരു വ്യക്തി നിന്നെ ഒതുക്കാൻ നോക്കിയ, ഏതെങ്കിലും ദേശത്തിന്റെ ശക്തി നിന്നെ ഒതുക്കാൻ നോക്കിയ, ഒതുങ്ങുന്നതല്ല. 3000 പേര് കെട്ടിയത്, 3000 പേർ പുതിയ കയർ കൊണ്ട് കെട്ടിയത്, 2 കയർ കൊണ്ട് കെട്ടിയത്, ഇന്ന് പകൽ അങ്ങനെ ഒരു കെട്ട് പൊളിയ. കുടുംബത്തിന്റെ അകത്ത് നിന്ന് പരിധി വെച്ചും പരിമിതി വെച്ചു ജീവിതത്തിന്റെ അകത്ത് ഉയരരുതെന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു കെട്ടിയ, തലമുറകളെ ഒതുക്കിയ ചില വ്യാപാരങ്ങൾ ഇന്ന് പകൽ ആത്മാവ് അതിനെ പൊട്ടിക്കുകയാ. ഇന്ന് പകൽ അവിടെ തീ ഇറങ്ങുകയാ. വീടിന്റെ അകത്തും അകത്തും ഇറങ്ങുകയോ. അതര മനക ജനത ഭരക റബദ ഹതര ബൗഡ പ്രവാദി. ഓ റബദഗന ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അത് ചണ പോലെയായി, അത് ദ്രവിച്ച് താഴെ വീണുപോയി. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അത് വാളുകൊണ്ട് എന്തുകൊണ്ടാണ് മുറിക്കപ്പെടാഞ്ഞത്, എന്തുകൊണ്ടാണ് അതിനെ അഴിച്ചു കളയാഞ്ഞത്. അഴിച്ചു കളഞ്ഞാൽ വീണ്ടും ബന്ധിക്കാൻ സാധ്യതയുണ്ട്. മുറിച്ചാൽ വീണ്ടും കൂട്ടിക്കെട്ടി ബന്ധിക്കാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം അഭിഷേകത്തിന്റെ തീ ഇറങ്ങിയപ്പോ
അത് കത്തിച്ചാരമായി മാറി. എന്ന് വെച്ച ഇനിയും നിന്നെ ബന്ധിക്കാൻ ആ കയറില്ല. ഇനിയും നിന്നെ ബന്ധിക്കാൻ കയറില്ല, പുതിയ കയറില്ല. അത് ചാരമായി തീർന്നു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അഭിഷേകം ഇറങ്ങിയോ? ഓ ശബന ഹർധന ഹർബന ഹർധന ലബര ഹർമ സിയ ഠാസിയ ലേബ്രിയ ലംഠസ് മരാധന ഹദന ഹഡഗസിയ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. തീയുടെ അഭിഷേകം ഇന്ന് പകൽ ജനത്തിന്റെ മേൽ ആത്മാവിൽ ഞങ്ങൾ തുറക്കുകയാ. ഇത് അഭിഷേകത്തിന്റെ പ്രത്യേകത. അഭിഷേകം ഇറങ്ങിയ പിന്നെ ബന്ധിക്കാൻ സാധ്യതകളും ബന്ധിക്കുവാനുള്ള സാധനങ്ങളും പോലും കാണത്തില്ല. നിന്റെ മേൽ ചലിക്കുന്ന അഭിഷേകം തീയുടെ അഭിഷേകമാണ്. ഇന്ന് പകൽ തീയുടെ അഭിഷേകമുള്ള നിന്നെ ഒതുക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. നിലനിൽക്കുന്ന അഭിഷേകമുള്ള മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി 120 പേരുടെ മേൽ പതിയപ്പെട്ടെങ്കിൽ ഇന്ന് മേൽ നിന്റെ മേൽ പതിയപ്പെട്ട അഭിഷേകം അത് മാറിപ്പോകുന്നതല്ല, അത് നഷ്ടമായി പോകുന്നതല്ല, അത് തീർന്നു പോകുന്നതല്ല, അത് നിലനിൽക്കുന്ന അഭിഷേകമാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിലനിൽക്കുന്ന അഭിഷേകമുള്ള നിന്നെ ഒതുക്കാം. നിലനിൽക്കുന്ന അഭിഷേകമുള്ള നമ്മളെ ഒതുക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. നമ്മുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകം പതിയപ്പെട്ട അഭിഷേകമാണ്. എന്ന് വെച്ചാൽ സീല് ചെയ്യപ്പെട്ട അഭിഷേകം. സീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയല്ല അതിൻ്റെ കാലാവധി. സീല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാറ്റമില്ല. ഗവൺമെൻറ് സീലിന് ഒരാഴ്ചയുള്ളോ കാലാവധി? ആയുഷ്കാലമാ കാലാവധി. നമ്മുടെ ഇരിക്കുന്ന പേപ്പർ നശിച്ച് ചെതല് പിടിച്ച് അല്ലെങ്കിൽ അത് ഒരു അളവ് വരെ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പേപ്പറിന് കാലാവധിയുണ്ട്. അത് ദ്രവിച്ച് പൊടിഞ്ഞു പോകുന്നവിടം വരെ, ആ സീലിൻ്റെ എന്തെങ്കിലും കാണാൻ കഴിയുന്നവിടം വരെ എന്ത് ചെയ്യുക, അതിന് വാല്യുവാണ്. അപ്പം നമ്മുടെ മേൽ വീഴപ്പെട്ട അഭിഷേകം ഏതാനും ചില നിമിഷങ്ങളത്തേക്ക് മാത്രമുള്ളതല്ല, മണിക്കൂറുകൾക്ക് മാത്രമുള്ളതല്ല, ദിവസങ്ങളോ വർഷങ്ങളോ മാത്രമുള്ളതല്ല. നിന്റെ ആയുസ് തീരുന്നവിടം വരെ, ദൈവം ഈ ഭൂമിയിൽ നിനക്ക് ആയുസ് വെച്ചിരിക്കുന്ന സമയം വരെ ഇന്ന് പകൽ ആ അഭിഷേകം ഈ ജനത്തിന്റെ മേൽ
ആയുസ് തീരുന്നവിടം വരെ ഉള്ളത്. നമ്മുടെ മേൽ വീണ അഭിഷേകം തീയുടെ അഭിഷേകമാണ്. തീയുടെ അഭിഷേകമുള്ളവനെ കയറുകൊണ്ട് ബന്ധിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരു തീക്കട്ടയെ കയറുകൊണ്ട് കെട്ടാൻ പറ്റുമോ? അത് കത്തിപ്പോവും. അന്നേരം അത് കത്തി ചാരമായി അത് പൊടിഞ്ഞ് താഴേക്ക് വീഴും. ഇനി ഒരു ഇരുമ്പ് ചങ്ങല ആയിക്കോട്ടെ, അതുകൊണ്ട് കെട്ടിയാലും ചില നിമിഷങ്ങൾ മാത്രമേ തീക്കകത്ത് അതിനും പിടിച്ചു നിൽക്കാൻ കഴിയൂ. കയറ് കെട്ടി ഇങ്ങനൊന്ന് വളയുമ്പം തന്നെ കയറ് പൊളിയും. പക്ഷെ ചെങ്ങല ഇച്ചിരിയും കൂടെ സമയമൊന്ന് വെയിറ്റ് ചെയ്യും. പക്ഷെ അല്പസമയം കഴിയുമ്പോ അതും ഉരുകി എന്ത് ചെയ്യും എന്ന് വെച്ച ഈ ലോകത്തിലെ ഒന്നും കൊണ്ടും, ഒരു ശക്തി കൊണ്ടും, ഒരു മാർഗം കൊണ്ടും നിന്നെ പൂട്ടാൻ കഴിയത്തില്ല. നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകം ഈ ദേശത്തിന്റെ ശക്തിയുടെ അല്ല, മനുഷ്യന്റെ ശക്തിയല്ല, ഈ ഉലകത്തെ നിർമ്മിച്ച, ഈ ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ നിന്റെ മേലുള്ളത്. ഇന്ന് പകൽ നീ അത് തിരിച്ചറിഞ്ഞോ? തിരിച്ചറിയണം. ഇന്ന് പകൽ തിരിച്ചറിയണം. തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ ബന്ധനത്തെ പൊട്ടി ഇന്ന് പകൽ ഈ ഇന്ന് പകൽ ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് പകൽ ജനത്തിന്റെ മേൽ അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ പുതിയ പുതപ്പുകൾ ജനത്തിന്റെ മേൽ വീഴട്ടെ. ഇന്ന് പകൽ അഭിഷേകത്തെ തിരിച്ചറിയട്ടെ. ഇന്ന് പകൽ അഭിഷേകത്തെ തിരിച്ചറിയട്ടെ. മാനുഷിക വാക്കുകൾക്കകത്ത് ഒതുക്കപ്പെട്ടത്, പൈശാചിക തന്ത്രങ്ങൾക്കകത്ത് ഒതുക്കപ്പെട്ടവ ഇന്ന് പകൽ നിന്റെ മേൽ വീണ അഭിഷേകം സകലതിനെ പൊളിക്കുന്നത്, സകലതിനെ തകർക്കുന്നത്. ഇന്ന് പകൽ നീ അഭിഷേകത്തെ തിരിച്ചറിയണോ? നമ്മുടെ എല്ലാവരുടെയും വിഷയം നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തെ നമുക്ക് അറിയത്തില്ല. അതാണ് നമ്മൾ ജയിക്കാത്തതിൻ്റെ കാര്യം. നമ്മൾ ഓർക്കുന്നത് സൺഡേ ആരാധനയ്ക്ക് പോകുമ്പോൾ അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാധിക്കാൻ വേണ്ടി പകർന്ന അഭിഷേകമാണ്. ഇത് അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പവർ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയ, ഞാൻ ഈ സന്ദേശം തുടങ്ങിയപ്പോൾ, ഈ വാക്യത്തിന് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ അഭിഷേകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ അഭിഷേകവും അവരുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക മഹത്വത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ സീൻ മരുഭൂമിയിലൊക്കെ എന്ത് ചെയ്ത് പിറുപിറുത്തതും, പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അവർ എന്ത് ചെയ്ത് തിരിഞ്ഞു പോരാൻ ശ്രമിച്ചതും, ദൈവത്തോടും മോശയോടും ഒക്കെ പിറുപിറുക്കുകയും കലിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ കാര്യം അവരുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അവർക്ക് എന്ത് ചെയ്യത്തില്ല, തിരിച്ചറിയത്തില്ല. അതുകൊണ്ടാണ് വാഗ്ദത്ത കനാന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ദൈവം ഈ ജനത്തിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അവരുടെ മുൻപിൽ അവരെ കൊണ്ട് തെളിയിപ്പിച്ചത്. ഇവിടെ യോർദാനെ കടത്താമെങ്കിൽ, ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിക്കുകയാണെങ്കിൽ, പിന്നെ ഈ എരിഹോവിൻ്റെ മതിലിനെ ദൈവത്തിന് ഇടിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം പറയും, എൻ്റെ ജനമാർക്കുമ്പോ, അഭിഷേകമുള്ള വാഗ്ദത്തമുള്ള എൻ്റെ ജനമാർക്കുമ്പോ എരിഹോവിൻ്റെ മതിലുകൾ ഇടിയും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ അഭിഷേകത്തെ നീ തിരിച്ചറിയണം. നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നതിന് മനുഷ്യൻ ഭയപ്പെടുന്ന ചിലതിന് പൊളിക്കാൻ പവർ നിന്റെ മേലുണ്ട്. ഇന്ന് പകൽ നീ സ്തുതിച്ചു തുടങ്ങിയ, നീ ആരാധിച്ചു തുടങ്ങിയ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത് ചലിച്ചു തുടങ്ങും. നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നത് എരിഹോവിന്റെ മതിലായിക്കോട്ടെ, അത് നിന്റെ മുൻപിൽ
ഇന്ന് പകൽ അഭിഷേകത്തിൽ ആരാധിച്ചാട്ടെ. ഇന്ന് പകൽ നിനക്കെതിരായി വെച്ചിരിക്കുന്ന ചിലത് എന്റെ ദൈവം പൊളിക്കുകയാ, എന്റെ ദൈവം പൊളിക്കുകയാ, എന്റെ ദൈവം പൊളിക്കുകയാ. പൊങ്ങി നിൽക്കുന്ന ചില യെരിഹോവിന്റെ മതിലുകൾ, അതിന്റെ ശക്തികൾ ഇന്ന് പകൽ ആത്മാവ് അതിനെ പൊളിച്ചു കളയോ. ഇന്ന് പകൽ പൊളിയട്ടെ, 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 പൊളിയട്ടെ. ഇന്ന് പകൽ ചില കെട്ടുകൾ അഴിയുക. ഇന്ന് പകൽ ചില ബന്ധനങ്ങൾ പൊളിഞ്ഞു മാറുകയാ. പിശാച് ഒതുക്കിയത് ചിലത് ഇന്ന് പകൽ ആത്മാവ് അതിനെ പൊട്ടിച്ചു മാറ്റുകയാ. ശിംശോൻ അറിയാം അഭിഷേകത്തിന്റെ ശക്തിയുടെ പവർ എന്തെന്ന്. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് നോക്കിയത്. പത്രോസിന്റെ മേലും 120 പേരുടെ മേലും ഈ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോ അവർക്കറിയാം, അവനറിയാം ഇതിന്റെ ശക്തിയും ഇതിന്റെ പവറും എന്താ. ബാലിക്കാരിയുടെ മുൻപിൽ പോലും യേശുവിനെ അറിയത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞ പത്രോസ് റോമൻ ഗവൺമെന്റിന്റെ മുൻപിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലുകയാണ്. ന്യായശാസ്ത്രിമാരുടെ മുൻപിലേക്കും പുരോഹിതന്മാരുടെ മുൻപിലേക്കും അവൻ ഇറങ്ങിച്ചെന്നിട്ട് ഒറ്റ പ്രസംഗമാണ്, യേശു അല്ലാതെ ഒരു ദൈവമില്ല. ഈ ശക്തിയും പവറും ഇവൻ എവിടുന്നാ കിട്ടിയത്? യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ ദൂരവേ യേശുവിനെ അനുഗമിച്ചു. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ബാലിക്കാരിയുടെ മുൻപിൽ പോലും യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ ഈ അഭിഷേകത്തിന്റെ ശക്തി ഇവന്റെ മേൽ വീണ് കഴിഞ്ഞപ്പോ, ഈ ശക്തി ഇവന്റെ മേൽ ചലിച്ചു തുടങ്ങിയപ്പോ, ഇത് ഇവന്റെ മേൽ പതിങ്ങു തുടങ്ങിയപ്പോ ഇവന് മനസ്സിലായി റോമന്റെ ശക്തിയല്ല വലുത്,
ഇവിടുത്തെ ഒന്നിന്റെ ശക്തിയല്ല വലുത്, എന്റെ മേൽ പകരപ്പെട്ട ശക്തിയാണ് വലുത്. ഭയം തെല്ലുമില്ലാതെ അവൻ ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുകയാ. ഒറ്റ പ്രസംഗത്തിന് 3000 പേർ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ പവർ, അതിന്റെ വലിപ്പം നീ തിരിച്ചറിഞ്ഞാൽ, അതിന്റെ ശക്തി നീ തിരിച്ചറിഞ്ഞാൽ നീ അടങ്ങിയിരിക്കത്തില്ല. അതിന്റെ ശക്തി നീ തിരിച്ചറിഞ്ഞാൽ നീ ഒതുങ്ങത്തില്ല. നീ അതിനെ ആത്മാവിൽ പൊട്ടിച്ചു കളയോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ ശക്തി നീ ഇന്ന് പകൽ തിരിച്ചറിയുക. ഞാൻ ഇത്രയും പറഞ്ഞ ആ ഭാവം അവിടെ വിടുകയാ. സമയം ഒത്തിരി മുൻപോട്ട് പോയി. മൂന്നാമത്തെ ചിന്ത ആരാധന. എന്താണ് ആരാധന? ആരാധിക്കുന്നവനെ ബന്ധിക്കാൻ പിശാചിന് കഴിയത്തില്ല. ആരാധിക്കുന്നവനെ ഒതുക്കാൻ മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ എതിർ പ്രാർത്ഥനയ്ക്കോ അസൂയയ്ക്കോ ഒന്നിനും എന്ത് ചെയ്യത്തില്ല. ആരാധിക്കുന്നവനെ ഒതുക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയട്ടെ, ആരാധിച്ച് നീ തുടങ്ങിയ ചിലത് ദൈവം ഇളക്കും. ആമേൻ. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം എടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 20. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവനെ സൂക്ഷ്മത്തോടെ കേൾക്കാൻ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള കൽപ്പന അവന് കിട്ടുകയാൽ കണ്ടോ, അവരെ അകത്ത തടവിൻ്റെ അകത്താക്കി അവൻ്റെ കാല് ആമത്തിലിട്ട് പൂട്ടി. ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? പൗലോസിനെയും ശീലാസിനെയും എന്ത് ചെയ്തു? അടിച്ചു. അവരുടെ വസ്ത്രമെല്ലാം ഉരിഞ്ഞു കളഞ്ഞു. അവരെ കോൽ കൊണ്ട് അടിച്ചു. നിലത്തൂടെ വലിച്ചു കൊണ്ടുവന്നു കാരാഗ്രഹത്തിൻ്റെ അകത്തിട്ടു. കാരാഗ്രഹം സൂക്ഷിക്കുന്നവനോട് പറയുക, ഇവനെ സൂക്ഷ്മതയോടെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അവരെന്ത് ചെയ്തു? അകത്ത തടവറയ്ക്കകത്ത് കൊണ്ടുപോയി എന്ത് ചെയ്തു? കാല് ആമം കൊണ്ട് പൂട്ടി. എങ്ങനെയാ പൂട്ടിയത്? ആമം കൊണ്ട്. ഇവനെ കൊണ്ടിട്ടത് എവിടെയാ? അകത്ത തടവറയിൽ. എന്ന് വെച്ചാൽ സാധാരണക്കാരെ ഇടുന്ന തടവറയ്ക്കകത്തല്ല, ക്രൂരമായ കുറ്റം ചെയ്യുന്നവരെ കൊണ്ടിടുന്ന അകത്ത തടവറയ്ക്കകത്തേക്ക് ആരെ കൊണ്ടിട്ടു? പൗലോസിനെയും ശീലാസിനെയും കൊണ്ടിട്ടിരിക്കുക. ആ തടവറയ്ക്കകത്ത് ഇട്ടിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരിക്കലും ഈ തടവറ വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്തതുപോലെ എന്ത് ചെയ്തിരിക്കുന്നു? ആമം കൊണ്ട് പൂട്ടി. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇവൻ പുറത്ത് വരരുത്. ആമം കൊണ്ട് ഇവൻ്റെ കാലുകൾ പൂട്ടപ്പെട്ടു. ഇന്നത്തെ തടവറ പോലെയല്ല. ഇന്നത്തെ ജയിലൊക്കെ ടൈൽസാണ്. ഇന്നത്തെ തടവറ പോലെയല്ല അന്നത്തെ തടവറകൾ. കൂർത്തിരിക്കുന്ന മിറ്റലുകൾ പാകിയ പരിക്കനായ സ്ഥലമാണ് ഇതിൻ്റെ അകം. ഒരാൾ പ്രസംഗിച്ച് ഞാൻ കേട്ടത്, തടവറയെക്കുറിച്ച് പ്രസംഗിച്ച് കേട്ടോ. മറ്റൊരാൾ പ്രസംഗിച്ച് കേട്ടതാണ്. അതൊക്കെ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ ഭിത്തിയൊന്നും മിനുസമുള്ളതല്ല. കൂർത്ത് നിൽക്കുന്ന കൽക്കഷണങ്ങൾ എന്ത് ചെയ്തിരിക്കുന്ന പതിക്കപ്പെട്ടിരിക്കുക. നിലത്ത് കിടക്കുവാനും ഒന്ന് ചാരിയിരിക്കാൻ പോലും കഴിയാത്തതുപോലെയാണ് ആ കാലങ്ങളിലെ തടവറകളുള്ളത്. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു സാധ്യതയുള്ള സ്ഥലമല്ല. നിലത്ത് കിടക്കാൻ പറ്റത്തില്ല, കുത്തിക്കൊള്ളുന്ന പരിക്കനായ സ്ഥലം. ചാരിയിരിക്കാൻ പറ്റത്തില്ല, അതും പരിപരിപ്പുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അകത്താണ് പൗലോസിനെയും ശീലാസിനെയും കൊണ്ടിട്ടിരിക്കുന്നത്. അവരെ ചുമ്മാതിട്ടിരിക്കുകയാണോ? ആമം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുക. നമ്മളൊരു സ്ഥലത്ത്
അല്പനേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം മരയ്ക്കും, അല്ലെങ്കിൽ അസ്വസ്ഥതകളുണ്ട്, നമ്മളൊന്ന് തിരിഞ്ഞു കിടക്കും. ഈ സ്ഥലത്താണ് ആമം കൊണ്ട് പൂട്ടി ചലിക്കാൻ കഴിയാത്തതുപോലെ കിടക്കുന്നത്. നമ്മളൊരു കസാരയിൽ ഇരുന്നാൽ തന്നെ അല്പസമയം കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, ഒന്നെങ്കിലും ഒന്ന് അനങ്ങി അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്നും കൂടെയൊക്കെ എന്ത് ചെയ്യും, ഇരിക്കും. കാരണം 1 മണിക്കൂർ മേളിലൊന്നും ഒരു കസാരയിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. അതിന് എത്ര സ്പോഞ്ചുള്ള കസാരയാണെങ്കിലും അതിൻ്റെ തിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കാല് മരയ്ക്കും, നമ്മുടെ പുറം ചാരിയിരിക്കുന്ന നടുവിന് വേദന ഉണ്ടാകും. പക്ഷെ ഇവർ കിടക്കുന്ന സ്ഥലം പരിപരിപ്പുള്ള സ്ഥലമാണ്. ഒരിക്കലും ചലിക്കരുതെന്ന് പറഞ്ഞ ആമം കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുക. ഒരിക്കലും അനങ്ങി പോകരുത്, നീ ചലിക്കരുത്, അനങ്ങരുത് എന്ന് പറഞ്ഞ ആമം കൊണ്ട് എന്ത് ചെയ്തിരിക്കുക, പൂട്ടിയിട്ടിരിക്കുക. വയസ്സുകാരി അവിടെ താഴോട്ട് വായിച്ചിട്ടാണ് ഞാൻ വായിച്ചു വന്നോളാം. അർദ്ധരാത്രിയിൽ കണ്ടോ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ അവർ പാടി സ്തുതിച്ചു. തടവുകാര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സാധ്യതയില്ലാത്ത സ്ഥലത്ത്, അനുകൂലമല്ലാത്ത സാഹചര്യമുള്ള സ്ഥലത്ത് അവരെന്ത് ചെയ്തു, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പാടി സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തടവുകാരെന്ത് ചെയ്തു, അത് ശ്രദ്ധിച്ചു. ഇന്ന് വരെ ഒരു തടവിൻ്റെ അകത്തു നിന്നും കേൾക്കാത്തതാണ് ഇവരുടെ തടവറയ്ക്കകത്ത് നിന്ന് കേൾക്കുന്നത്. ഇന്ന് വരെ ആരും ആ തടവറയ്ക്കകത്ത് കിടന്നിട്ട് ഇന്ന് വരെ ആരും പാടി ദൈവത്തെ സ്തുതിച്ചിട്ടില്ല. അവർ പൊറുപെറുത്തിട്ടും അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഈ തടവറയ്ക്ക് അകത്തു നിന്ന് മുഴങ്ങിയിട്ടുള്ളൂ. ഈ കാരാഗ്രഹ പ്രമാണിമാർ കേട്ടിട്ടുള്ളൂ. സൂക്ഷിക്കുന്നവർ ഇന്ന് വരെ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ അഭിഷേകമുള്ള, വാഗ്ദത്തമുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുന്നവർ, ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ സാഹചര്യമില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോഴും അവരുടെ പ്രാർത്ഥന കുറഞ്ഞു പോയില്ല, അവരുടെ ആരാധന കുറഞ്ഞില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ആരാധനയ്ക്ക് ഭംഗം വരുവാൻ നീ അനുവദിക്കരുത്. ഇന്ന് പകൽ ആരാധന നഷ്ടമാക്കരുത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. ഇസ്രായേലിന്റെ അകത്ത് 430 സംവത്സരം ഇസ്രായേൽ മക്കൾ അടിമകളായി പാർക്കുമ്പോൾ മോശയോട് ദൈവം പറയും, ഈ ജനത്തിന്റെ കരച്ചിൽ ഞാൻ എന്ത് ചെയ്തു, കണ്ടു, ഞാൻ നിലവിളി കേട്ടിരിക്കുക. നീ എന്ത് ചെയ്യാം, ഇസ്രായേലിൽ ചെന്നിട്ട് അവരെ പുറത്തു കൊണ്ടുവരിക. ഫറവോൻ നിന്നോട് ചോദിച്ചാൽ നീ എന്ത് പറയണം? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഞാൻ ചർച്ചയിൽ പറയാറുള്ളൊരു പദമാണ്, നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല എൻ്റെ കർത്താവിന് വേണ്ടത്. അത് നിങ്ങളൊരു പ്രസ്ഥാനത്തോടും ഒരു സഭയോടും ചേർന്നിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു മാന്യതയാണ്, പൈസ കൊടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. പക്ഷെ ദൈവത്തിന് ആവശ്യം നിന്റെ പ്രാർത്ഥനയാണ്, നിന്റെ ആരാധനയാണ് ദൈവത്തിന് വേണ്ടത്. ദൈവം ആരാധന കൊതിയനാണ്, അല്ലേ? എത്ര ആരാധിച്ചാലും ഒരു ദിവസം മുഴുവനും നീ ഇന്ന് ആരാധിച്ചാൽ ദൈവം പറയും ഒന്നും ആയില്ലെന്ന് പറയും. അത്രയ്ക്ക് കൊതിയനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവം പറയാം, നീ ആരാധിക്കുന്നെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഈ അനുകൂലമല്ലാത്ത സാഹചര്യത്തിന്റെ അകത്തും പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സകലരും ശ്രദ്ധിച്ചു തുടങ്ങി. അവർ കേട്ടത് ഇങ്ങനൊരു ശബ്ദമല്ല ഇതുവരെ. പക്ഷേ അപ്പോസ്തലന്മാർ, അഭിഷേകമുള്ളവർ, വാഗ്ദത്തമുള്ളവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൗത്യമായി പട്ടണത്തിൽ വന്നവർ, അവർ കാരാഗ്രഹത്തിന്റെ അകത്തും അവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൗത്യമായി നീ വന്നതായിരിക്കാം, പക്ഷെ ഞെരുക്കുന്ന അനുഭവമായിരിക്കാം, പക്ഷെ നീ ആരാധിക്കണം. എന്തോ ആത്മാവ് ഇന്ന് പകൽ എന്നോട് അങ്ങനെ പ്രവചിക്കാൻ പറയാ. സാഹചര്യമില്ലായിരിക്കാം, പക്ഷെ നിന്റെ ആരാധന മുടക്കരുത്.
നമ്മൾ ആരാധനയ്ക്കൊന്ന് പ്രാധാന്യത കൊടുത്തേ, നമ്മുടെ ലൈഫ് തിരിയും. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി വാതിലുകൾ ദൈവം തുറക്കും. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി വലിയ തുറവികൾ സംഭവിക്കും. സാഹചര്യമില്ലാത്തപ്പോഴും, ഒരനുകൂലമല്ലാത്ത സാഹചര്യമായിരിക്കുമ്പോഴും നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ആ ദൂതിനെ ഡിക്ലെയർ ചെയ്യുകയാ. ആരാധിക്കുന്നവന് വേണ്ടി ഏതൊക്കെ കാരാഗ്രഹത്തിന്റെ അകത്ത് പൂട്ടിയാലോ, ആമത്തിന്റെ അകത്ത് ഒതുക്കിയാലോ, അവൻ പുറത്തു വരിക തന്നെ ചെയ്യോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നഷ്ടപ്പെട്ടു പോയ ആരാധനയെ ഇന്ന് പകൽ നീ തിരിച്ചു പിടിച്ചോ. ഇന്ന് പകൽ നീ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നീ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, ചിലതിനെ ദൈവം ഇളക്കും. ഓ, പൊളിയത്തില്ലെന്ന് പറഞ്ഞതാ ഉറപ്പുള്ളത് ഇന്ന് പകൽ എന്റെ ദൈവം പൊളിക്കുകയതിന്. പകൽ ഞാൻ പറയട്ടെ, ആരാധനയുടെ ശക്തി വലുതാണ്. ആരാധനയുടെ പവർ വലുതാണ്. ആരാധിക്കുന്നവൻ്റെ മുൻപിൽ ഒന്നിനും നിൽക്കുവാൻ കഴിയത്തില്ല. ആരാധിക്കുന്നവൻ്റെ മുൻപിൽ സകലതിനെയും ദൈവം പൊളിച്ചു കളയും. ആമേൻ. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവി പറയട്ടെ, നമ്മൾ ആരാധിച്ചു തുടങ്ങിയാൽ നമ്മളെ ഒതുക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. കോൽ കൊണ്ട് അടിച്ചിട്ടും നിലത്തൂടെ വലിച്ചഴച്ചുകൊണ്ട് വന്നിട്ടും സാഹചര്യമില്ലാത്ത, അനുഭവമില്ലാത്ത, സാഹചര്യമില്ലാത്ത സ്ഥലത്തവൻ കിടന്നിട്ടും അവൻ്റെ ആരാധന കുറഞ്ഞില്ല. നമ്മളാണ് പറയണേ, ഇന്നിനിപ്പോൾ ഇത്രയും പ്രശ്നമെല്ലാം ഉണ്ടായതല്ലേ, നാളെ തൊട്ട് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഈ ക്ഷീണം കൊണ്ട് എന്ത് ചെയ്യാം, ഇന്നൊന്ന് ഉറങ്ങാം, നാളെ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയൊക്കെ ചെയ്യാം. ഇന്ന് പകൽ ഇതാ നീ ബന്ധിക്കപ്പെട്ടതിൻ്റെ കാര്യം, നിന്റെ ബന്ധനം അഴിയാത്തതിൻ്റെ കാര്യം ഇതാ. നീ കുരുക്കിൻ്റെ അകത്തേക്ക് വീണ്ടും വീണ്ടും ആണ് പോകുന്നതിൻ്റെ കാര്യം ഇതാ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആരാധന മുടക്കി ആരും വീട്ടിലിരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മളൊരു കാര്യം ചെയ്യുമ്പം 10 വട്ടം ചിന്തിക്കും. നമ്മൾ 10 വട്ടം ചിന്തിക്കുമെങ്കിൽ ദൈവം എത്ര വട്ടം ചിന്തിക്കും? എൻ്റെ ചോദ്യമാണ്, ദൈവം എത്ര വട്ടം ചിന്തിക്കും? ദൈവം ഒരു 100 വട്ടമെങ്കിലും ചിന്തിക്കും. ദൈവം ചിന്തിക്കുമ്പം അവൻ്റെ ചിന്തയിലേക്ക് വരികയാണ്,
ഞാൻ ആഗ്രഹിക്കുന്നവർ 1% പോലും തരാത്ത, എൻ്റെ ആഗ്രഹത്തെ നിവർത്തീകരിക്കാത്ത ഇവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് പകൽ ഇതാരോടോ സംസാരിക്കുക. സേതുപ്പാഷ് പറയുന്ന പോലെ കണ്ണടയ്ക്കെങ്കിൽ ആളെ ഞാൻ തൊട്ട് കാണിക്കാം. നിന്റെ ആരാധന മുടങ്ങരുത് കേട്ടോ, ആരാധന മുടങ്ങരുത്. പൗലോസിനും ശീലാസിനും വേണേ അന്ന് ആരാധിക്കാതിരിക്കാം. അവിടെ കാണുന്ന പതിവ് പോലെ എന്നും അവരാചരിച്ചു വരുന്ന, എന്നും ദൈവത്തെ ആരാധിക്കുന്ന സമയമായപ്പോ അഭിഷക്തന്മാർക്ക് കാരാഗ്രഹത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അവർ കൊടുത്തു തുടങ്ങിയപ്പോ അവിടെ വചനം എഴുതപ്പെട്ടിരിക്കുകയാണ്, കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകി. ഇന്ന് പകൽ നീ ആരാധിക്കുമ്പോ ഏതെങ്കിലും സ്ഥലം മാത്രമല്ല, ഏതെങ്കിലും ബന്ധനം മാത്രമല്ല ഇളകുന്നത്, ഏതെങ്കിലും ആമം മാത്രമല്ല പൊട്ടുന്നത്. ആമം ഉറപ്പിച്ചിരിക്കുന്ന, കാരാഗ്രഹത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകുകയാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിനക്കെതിരെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇന്ന് പകൽ എന്റെ ദൈവം അതിനെ ഇടിക്കുകയോ. ഇന്ന് പകൽ ഇളകട്ടെ, ഇന്ന് പകൽ പൊളിയട്ടെ, ഇന്ന് പകൽ കാരാഗ്രഹങ്ങൾ ആത്മാവിൽ ഞങ്ങൾ അതിനെ പൊളിക്കുകയോ. ഇന്ന് പകൽ അടിത്തറകൾ പൊളിയട്ടെ, ഇന്ന് പകൽ അടിത്തറകൾ പൊളിയട്ടെ, ഇന്ന് പകൽ അടിത്തറകൾ പൊളിയട്ടെ, ഇന്ന് പകൽ അടിത്തറകൾ പൊളിയട്ടെ, ഇന്ന് പകൽ അടിത്തറകൾ പൊളിയട്ടെ. ഇന്ന് പകൽ നിന്നെ ഒതുക്കിയ ചില അടിത്തറകൾ പൊളിയ, നിന്നെ ബന്ധിച്ച ചില കുരുക്കുക. പൊളിയട്ടെ, പൊളിയട്ടെ, പൊളിയട്ടെ. ഇന്ന് പകൽ കാരാഗ്രഹങ്ങൾ പൊളിയട്ടെ, ഇന്ന് പകൽ കാരാഗ്രഹങ്ങൾ പൊളിയട്ടെ, ഇന്ന് പകൽ കാരാഗ്രഹങ്ങൾ അടിത്തറകൾ ഇളകട്ടെ, ഇന്ന് പകൽ വാതിലുകൾ തുറക്കട്ടെ, ഇന്ന് പകൽ ചെങ്ങലകൾ അഴിയട്ടെ, ഇന്ന് പകൽ ആവങ്ങൾ പൊളിയട്ടെ, ഇന്ന് പകൽ ആധിപത്യങ്ങൾ പൊളിയട്ടെ, ഇന്ന് പകൽ പൈശാചിക അജണ്ടകൾ പൊളിയട്ടെ, ഇന്ന് പകൽ പൈശാചിക അഭിഷേകം കത്തുകയാ, തീ പിടിക്കുകയാ, തീ പിടിക്കുകയാ, തീ പിടിക്കുകയാ. നിന്റെ ആരാധനയെ ഒതുക്കിക്കളഞ്ഞ, നിന്റെ പ്രാർത്ഥനയെ ഒതുക്കിക്കളഞ്ഞ, നിന്റെ അഭിഷേകത്തെ ഒതുക്കിക്കളഞ്ഞ ചില വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകം കത്തുക, അഭിഷേകം കത്തുക, അഭിഷേകം ചലിക്കുകയാ. അധിപതികൾ പൊളിയ, അധിപതികൾ പറഞ്ഞു, നീ അകത്ത തടവറയ്ക്കകത്ത് ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി, ഇനിയും നീ പുറത്തു വരത്തില്ല. Manati
ഇന്ന് ഈ ആലയം വിട്ട് പോകുന്നത് നിന്റെ സകല കുരുക്കിനെ പൊളിച്ചായിരിക്കും. നമ്മൾ 4 ദിവസമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഇന്ന് പകൽ അതിൻ്റെ റിസൾട്ട് കണ്ടേ മടങ്ങത്തുള്ളൂ. ഇന്ന് പകൽ അതിൻ്റെ റിസൾട്ട് വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ അതിൻ്റെ റിസൾട്ട് വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ അതിൻ്റെ റിസൾട്ട്